ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പതേ നമ്മൾ കഴിഞ്ഞ ദിവസം ഡെലിവറി എടുത്ത വിടയുടെ റിവ്യൂ ഉണ്ടോ ചെയ്യണേ. യൂസർ റിവ്യൂ അല്ല, ജസ്റ്റ് റിവ്യൂ. യൂസർ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ ഒരു 5000 കിലോമീറ്റർ ഓടിച്ചാലാണ് ഈ വണ്ടിയുടെ എന്താ കാര്യം എന്നുള്ള അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വണ്ടി ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ വണ്ടിയാണ്. അത് കാണാനായാലും എന്താ പറയാ, ആ ഓൺലൈനിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് ഈ വണ്ടിയോടെ ഉണ്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് ചേഞ്ച് ഒന്നും മേടിച്ച പിന്നെ വരുത്തിയില്ല. ആകെ ഒരു സ്റ്റിക്കർ മാത്രം, നമ്മുടെ ഒരു ചാനലിന്റെ പേര് വെച്ചൊരു സ്റ്റിക്കർ മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ കാണുന്നതിന്റെ ഓവറോൾ ലുക്ക്, കാഴ്ചയിലായാലും വണ്ടി മറ്റുള്ള സ്കൂട്ടറുകളിൽ വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്തനാണ്. ഫ്രണ്ട് വശമൊക്കെ നോക്കുമ്പോഴായാലും നല്ലൊരു സ്പോർട്ടി ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ല, ബൈക്കിനോട് സമാനമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഈ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതായത് ഹാൻഡിലുമായിട്ട് ഡിസ്പ്ലേ വരാവുന്ന രീതിയിൽ അങ്ങനെ ഒരു ഡിസൈനിങ് ആണ് ഫ്രണ്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട് കേട്ടോ വണ്ടിക്ക്. പിന്നെ അതെ, ഇത് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടില്ല, ഇത് പറിച്ചു കളഞ്ഞപ്പോഴാണ്ടോ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു വ്യൂ കിട്ടണേ. അപ്പോൾ ജസ്റ്റ് താഴെ ഈ ബട്ടണിൽ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓണോ. ഇവിടെയൊക്കെ അത്യാവശ്യം ബട്ടൺസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ റിമോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നാൽ മതി കേട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. വേറെ സ്വിച്ചോ കാര്യങ്ങളോ അല്ല, കീ ഒന്നും ഇല്ല. ജസ്റ്റ് ഈ ഒരു റിമോട്ടായിട്ട് നമ്മുടെ കയ്യിൽ നമ്മൾ ഉണ്ടായിരുന്നാൽ മതി. ഇതിൽ അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. വണ്ടിയുടെ അലാം, അതുപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യാനും ലൈറ്റ് കത്തിക്കാനുള്ള അത്യാവശ്യം ഫീച്ചേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഡിസ്പ്ലേയിൽ അതിന് അത്യാവശ്യം ചേഞ്ചുകളും കാര്യങ്ങളും വരുത്താൻ നമുക്ക് അതിൻ്റെ മോഡും കാര്യങ്ങളൊക്കെ മാറ്റിയിടാം. അല്ല, ലോക്കിംഗ് അൺലോക്കിംഗ് ഒക്കെ നമുക്ക് സ്ക്രീനോട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ വാഹനത്തിന്റെ സ്വിച്ചുകളാണോ മെയിൻ ആയിട്ട് നമുക്ക് ഒരുപാട് റിവ്യൂസിൽ നെഗറ്റീവ് ആയിട്ടുള്ളത്. കാരണം ഇത് നമുക്ക് എന്താ പറയാ, നോർമൽ പിള്ളേരുടെ ജോയിസ്റ്റിക്കിന്റെ ആ ഒരു ക്വാളിറ്റിയിലുള്ള സ്വിച്ചുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ഹൈ ക്വാളിറ്റി സ്വിച്ച്, ഒരു വണ്ടിക്ക് ഇറങ്ങുന്ന സ്വിച്ചുകളല്ല കൊടുത്തിട്ടുള്ളത്. അത് മാത്രമേ ഇതിൽ നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. പിന്നെ ഓല ഉള്ള അതുപോലുള്ള വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫുൾ ടച്ച് വന്നേക്കാളും ബെറ്റർ ആയിരിക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ. മോഡ് മാറ്റാനൊക്കെ ആയാലും റണ്ണിങ്ങിൽ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മോഡ് മാറ്റി ഓടിക്കാം. അതിൽ കിൽ സ്വിച്ച് ഉണ്ട്, അതിൽ SOS സ്വിച്ച്, ഇത് നമുക്ക് 3 നമ്പറിലേക്ക് ആഡ് ചെയ്ത് തരാം. അപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ പോകണം, അതിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ല ക്രൂയിസ് കൺട്രോൾ, അല്ല ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിവേഴ്സ് ആണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു നാരോ റൂട്ടിൽ അല്ലെങ്കിൽ ഒരു റോഡിന്റെ സൈഡിലേക്ക് നിർത്തിയിട്ട് പുറകോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് പിടിച്ചിട്ട് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സിന്റെ ഒരു പാർക്കിംഗ് മോഡ് എന്നുള്ള ആ ഒരു മോഡിലേക്ക് ആവട്ടെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആക്സിലേറ്റർ പുറകോട്ടൊന്ന് ആക്കി കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് പോയിക്കോളും. അത് മാക്സിമം 3 കിലോമീറ്റർ സ്പീഡിൽ കിട്ടും. അതുപോലെ ഫ്രണ്ടോട്ടും അതുപോലെ തന്നെ 3 കിലോമീറ്റർ സ്പീഡിൽ ഫ്രണ്ടോട്ടും. ഇത് ഓഫ് ചെയ്യണമെങ്കിലും ജസ്റ്റ് ബ്രേക്ക് പിടിക്കുക, അല്ലെങ്കിൽ ഞെക്കി കഴിഞ്ഞാൽ ആ മോഡ് മാറും കേട്ടോ, നോർമൽ മോഡിലേക്ക് വരും. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ചിൽ ടാപ്പ് ചെയ്ത് സ്ക്രീൻ ഓൺ ആവും. അപ്പോൾ ഈ കാണുന്ന പോലെ റേഞ്ചും കാര്യങ്ങളും കാണിക്കും. ഓഫ് എന്നുള്ള രീതിയിലായിരിക്കും കിടക്കണേ. അപ്പോൾ സ്റ്റാൻഡ് തട്ടുക, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് ഈ ഒരു സ്വിച്ച് ഉണ്ട്, നോർമൽ നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്യുന്ന സെൽഫ് സ്വിച്ച് തന്നെ അവിടെയാണ്. ഈ സ്വിച്ചിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോ, സ്ക്രീനിലേക്ക് നോക്കിക്കോ. അപ്പോൾ അത് കാണാവുന്നതാണ്. ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മോട്ടർ ഓൺ എന്നുള്ളത് വരും. പിന്നെ നമുക്ക് നോർമൽ ഓടിച്ച് പോകാം കേട്ടോ. അല്ല, സേഫ്റ്റി സൈഡിന്റെ ഭാഗമായിട്ട് സ്റ്റാൻഡ് ഇട്ട് കഴിയുമ്പോൾ നോർമൽ ആ മോട്ടർ ഓഫ് ആവുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ അതുപോലെ തന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായാലും വണ്ടി ഒരു ഇത്തിരി നേരം കഴിയുമ്പോൾ വണ്ടി ഓഫ് ആരെങ്കിലും ആക്സിലേറ്റർ പിടിച്ച് തിരിച്ചാലും പഴയ ആ ഒരു ഹീറോയുടെ വണ്ടി ഇറങ്ങിയ കാലത്ത് ഹീറോ ഇലക്ട്രിക്കിന്റെ വണ്ടി കേട്ടോ, സോറി, ഇത് ഹീറോയുടെ വീടാണ്. ഇതാണ് ഒറിജിനൽ ഹീറോയുടെ വണ്ടി. മറ്റേ ഹീറോ ഇലക്ട്രിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആ വണ്ടി ഇറങ്ങിയപ്പോഴൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നിരിക്കുമ്പോൾ ആക്സിലേറ്റർ തിരിച്ച് കഴിഞ്ഞാൽ വണ്ടി തെറിച്ച് പോകുന്നു. ഇത് അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്താ പറയാ, കിൽ സ്വിച്ചും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് പോരാത്തതുകൊണ്ട് സ്റ്റാൻഡിലും കട്ട് ഓഫ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതും കട്ട് ഓഫ് ആണ് സിസ്റ്റം വെച്ചിട്ടുണ്ട് കേട്ടോ. സേഫ്റ്റി എല്ലാം നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു 2 മിറേഴ്സ് വെച്ചാണ് പൊസിഷൻ കണ്ടോ. ഇത് നമുക്ക് അത്യാവശ്യം അരോചകമായിട്ട് തോന്നും കേട്ടോ പുറകോട്ട് നോക്കുമ്പോൾ. കാരണം നമ്മൾ ഇത്തിരി സൈസുള്ള ആളാണെന്നുണ്ടെങ്കിൽ പുറകോട്ട് കാണാൻ നല്ല ബുദ്ധിമുട്ടാണ്, വിസിബിലിറ്റി കുറവാണ് ഈ മിററിന്. അതെന്തെങ്കിലും മാറ്റി വെക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്യണു. പിന്നെ ഫ്രണ്ട് വശം നോക്കുമ്പോഴായാലും ഇവിടെ ചെറിയൊരു വിൻഷീൽഡ് പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. വിൻഷീൽഡ് അല്ല, ഒരു വൈസർ പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 സിഗ്നലുകളായാലും ബൈക്കിന് സമാനമായിട്ടുള്ള സിഗ്നലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ ബട്ടണിൽ ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ 4 സിഗ്നൽ ഓൺ ആവുന്നതാണ്. അതൊക്കെ ഒരു നല്ലൊരു ഫീച്ചറായിട്ട് കൂട്ടാട്ടോ. പിന്നെ ഇത് റണ്ണിങ് ടൈമിൽ ഡിസ്പ്ലേയിൽ അത്യാവശ്യം കൺട്രോളും കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. റണ്ണിങ്ങിൽ ഡിസ്പ്ലേ കട്ട് ഓഫ് ആവും. അപ്പോൾ നമുക്ക് ഇതിലാണ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. പിന്നെ ഇതാണ് ഇതിന്റെ പാസ് സ്വിച്ച് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്രൈറ്റ് ഇടുന്ന ഈ സൈഡിലാണ് വരുന്നത്. നോർമൽ സ്കൂട്ടറുകളിൽ പാസ് സ്വിച്ച് വരാറില്ല. ഇത് ബൈക്കിന് സമാനമായിട്ടുള്ള ആ ഒരു രീതി ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ പാസ് സ്വിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് കൺവീനിയന്റ് ആയിട്ട് വണ്ടി ഓടിച്ചു പോവാം. പിന്നെ ഫ്രണ്ടിലായാലും ഒരു സ്ട്രിപ്പ് ടൈപ്പ് ആണ്. ഇവിടെ LED സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. നടുക്ക് പ്രൊജക്ടർ ലാമ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ബ്രൈറ്റ് ഇടുമ്പോഴായാലും 2 സൈഡിൽ നിന്ന് നല്ല നല്ല വെളിച്ചമുണ്ട്. ഒരു V ഷേപ്പിലാണ് ഇതിന്റെ വെട്ടവും കാര്യങ്ങളും വരുന്നത്. പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട നല്ല സ്റ്റൈലായിട്ടുള്ള അലോയ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതും ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ സസ്പെൻഷൻ സൈഡ് എടുത്ത് പറയേണ്ടതാണ്, നല്ല യാത്ര സുഖമാണ് കേട്ടോ. ഗട്ടറിക്കട ചാടിയാലും വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കുന്നില്ല. ഇവിടെ ആയാലും നല്ല സ്പോർട്ടി ടൈപ്പ് അപ്പറിലേക്കൊക്കെ കസ്റ്റമൈസ് ചെയ്ത് വെക്കണ പോലത്തെ ആ ഒരു രീതിയിലുള്ള
ഒരു മഡ്ഗാർഡാട്ടോ വരുന്നത്. പിന്നെ ബൈക്കിന്റെ ഒപ്പം തന്നെ ഒരു യൂണിക്കോണിൽ പോണ സുഖം ഉണ്ടെന്ന് തന്നെ പറയാം ഇതിൽ പോകുമ്പോൾ. അതുപോലെ ഇരിപ്പായാലും നല്ല ഹൈറ്റിലാണ്, ഒരു ആവിയേറ്ററിന്റെ ഹൈറ്റ് വരുന്നുണ്ട് വണ്ടിക്ക്. ആക്റ്റീവിനൊക്കെയും വെച്ച് നോക്കുമ്പോൾ ആവിയേറ്ററിന്റെ ഒരു കമ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ സീറ്റിങ്ങിന്റെ കാര്യത്തിൽ. അതുപോലെ ഇവിടെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയുന്നത് പറഞ്ഞാൽ ഈ ഹെൽമെറ്റ് ആണോ. അത് കണ്ടപ്പോൾ പറയാന്ന് വെച്ചു, ഇത് നല്ല ക്വാളിറ്റി ഹെൽമെറ്റ് ആണ് അവർ തന്നിട്ടുള്ള ഈ വണ്ടിയുടെ ഒപ്പം. അതിൽ വിഡയുടെ ബാഡ്ജിങ് ഒക്കെ ഇവിടെ കാണാം. ഇത് നോർമലി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴേ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ കൊടുക്കേണ്ട ഒരു ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് ഇട്ടാൻ കേട്ടോ. ഇത്രയും നാൾ വണ്ടി മേടിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഹെൽമെറ്റ് ഇട്ടത്. അതൊക്കെ ഈ വണ്ടിയുടെ ഹൈലൈറ്റ് ആയിട്ട് പറയാട്ടോ. പിന്നെ ഇവിടെ വിഡ എന്നുള്ളൊരു ബാഡ്ജിങ് നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോട് അടിയിലായിട്ട് തന്നെ നമുക്ക് എന്താ പറയാ ഒരു ചാർജിങ് പോയിന്റും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ തന്നെ സീറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ അടിയിലൊരു ബട്ടൺ ഉണ്ട്. ഇത് ഞെക്കി കഴിഞ്ഞാൽ സീറ്റ് ഓപ്പൺ ചെയ്യാം. അതെ, ഇത് നടുക്കുന്നുണ്ടോ ഇതിന്റെ സീറ്റ് ഓപ്പൺ ചെയ്യാൻ. ഇവിടെ നിന്ന് ജസ്റ്റ് വലിച്ചാൽ മതി, സീറ്റ് ഓപ്പൺ ആവും കേട്ടോ. ഉള്ളിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ എവിടെയെങ്കിലും ചാർജറൊക്കെ ഇവിടെയുണ്ട് വയ്ക്കാനുള്ള സ്പേസ്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി രണ്ടും തുറന്നെടുക്കാം. അതൊക്കെ നമുക്കൊരു അടുത്ത ദിവസം ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ യൂസർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നിലവിൽ സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്, ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓടി നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു ബെൽറ്റും കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട്. പിന്നെ നെഗറ്റീവ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാട്ടോ. അതായത് നമ്മൾ വണ്ടി കഴിയുന്ന സമയത്തും ചെറിയ മഴയുള്ള സമയത്തും വെള്ളം ഇറങ്ങും. അതിന് വേണ്ടിയിട്ട് അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് തന്നെ കേട്ടോ. ഇതൊന്നും ഐഡിയൽ അല്ല, ശരിക്കും അതൊക്കെ കമ്പനി പരിഹരിച്ചിറക്കേണ്ടതായിരുന്നു. ഇപ്പൊ ഞാനാണെങ്കിൽ തന്നെ ഇതിലൊരു ടാബ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സേഫ് ആയിട്ട് ഇതിൽ ഇരിക്കും എന്നുള്ളത് മഴ പെയ്താൽ തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ അത് കവർ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ് ഇപ്പൊ തൽക്കാലം. പിന്നെ ഹീറ്റ് ആവുമൊന്നുമില്ല കേട്ടോ. എഞ്ചിനുള്ള സ്കൂട്ടറുകളെ പോലെ വണ്ടിയുടെ ബോക്സ് ഹീറ്റ് ആവുന്നുള്ള പേടിയൊന്നും വേണ്ട. എന്ത് സാധനം വെച്ച് പോവാം. മറ്റേ നോർമൽ സ്കൂട്ടർ ആകുമ്പോൾ എഞ്ചിന്റെ ഹീറ്റ് അടിച്ചിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബാക്കിലും ഒരു ലോക്ക് ഉണ്ട്. നടുക്കാണ് ഇതിന്റെ നോർമൽ ലോക്ക് വരുന്നത്. ഈ ബാക്കിലെ ലോക്ക് കയറ്റിയിട്ട് വേണം കേട്ടോ നമുക്ക് അടയ്ക്കാനായിട്ട്. ഇത് ഇവിടെ ക്ലിയർ ചെയ്തിട്ട് വേണം അടയ്ക്കാൻ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അടഞ്ഞോളൂ കേട്ടോ. പിന്നെ റിമോട്ടിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് കൂടാണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഡിസ്പ്ലേയിലും ഒരു ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ താഴെ ഓക്സിലറി ബാറ്ററി ഇരിക്കുന്ന പോർഷനിലായാലും ഒരു ലോക്ക് സെറ്റ് ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് രീതിയിൽ സീറ്റ് ഓപ്പൺ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിലേക്ക് പോവാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും വളരെ നീറ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. ബാക്കിലും LED ടൈപ്പ് ഉണ്ടോ മറ്റേ ടൈലൈറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ബാക്ക് സൈഡിൽ ഈ പോർഷനാണ് എനിക്കൊരു ഇഷ്ടപ്പെടാത്തുള്ളൂ. അന്ന് ഇത്രയും ഭംഗിയിലാക്കി വന്നിട്ട് ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു ഭംഗിക്കുറവ് പോലെ തോന്നി. എന്നാലും കുഴപ്പമില്ല, വണ്ടി ഓവറോൾ നോക്കുമ്പോൾ അത്യാവശ്യം നീറ്റ് ലുക്ക് തന്നെയാണ് കേട്ടോ. വ്യത്യസ്തനായിട്ട് നിൽക്കണ മറ്റുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ. പിന്നെ സിഗ്നലുകളായാലും ഫ്രണ്ടിൽ കണ്ടുപോലത്തെ സെയിം സിഗ്നലാണ്. പെട്ടെന്ന് തട്ടിയൊന്നും ഒടിഞ്ഞു പോകുന്നില്ല കേട്ടോ. അത്യാവശ്യം മോട്ടറിനുള്ള ഗാർഡും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രീമിയം ഫീച്ചറായിട്ട് പറയാൻ സാധിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രീമിയം ബൈക്കിന്റെ ഓപ്പൺ ചെയ്യണ പോലെ തന്നെ ഇത് തുറന്നു കഴിയുമ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കൂട്ടോ. അത്രയും നീറ്റ് ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, മറ്റേ ഓല വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ സെൻട്രൽ സ്റ്റാൻഡും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അതൊന്നും എക്സ്ട്രാ പിടിപ്പിക്കാൻ നടക്കണ്ട. ടയർ മാറുന്ന സമയത്തൊന്നും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഇതിന്റെ ഇവിടെ ഓപ്പൺ ചെയ്യാൻ ടയർ അഴിക്കാനായാലും വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടുന്ന് നീറ്റായിട്ടും പെട്ടെന്ന് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ സ്വിംഗ് ആം മോട്ടറാണ് വരുന്നത്. ബെൽറ്റ് ഡ്രൈവോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ ഹബ്ബ് മോട്ടറും അല്ല, സ്വിംഗ് ആം മോട്ടറാണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം കംപ്ലൈന്റും കാര്യങ്ങളും കുറവായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ എൻ്റെ റേഞ്ച് കമ്പനി പറഞ്ഞ 120 ഉണ്ടോ, പക്ഷെ ഫുൾ ചാർജ് ചെയ്തിട്ട് 114 നിലവിൽ കാണിക്കണുള്ളൂ. അത് കംപ്ലൈന്റ് ആണോ എന്താണോ അറിയില്ല. നിലവിൽ 430 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. കറക്റ്റ് യൂസർ റിവ്യൂ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഓടിച്ചാൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. പിന്നെ ഇതിന്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്ന ഈ പോയിന്റിലാണ്. ഫാസ്റ്റ് ചാർജിങ് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാം. നോർമൽ ചാർജ് സീറ്റ് തുറന്നിട്ട് ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ റേഞ്ച് ടെസ്റ്റ് ഒന്നും ഇതുവരെ ചെയ്തില്ല. ഒരുപാട് ലോങ് ഒന്നും പോയില്ല. അടുത്തൊക്കെ ഉണ്ട് ഓടിച്ചു നോക്കിയുള്ളൂ. ലോക്കൽ ഡ്രൈവിന് 100% സജസ്റ്റിംഗ് ആണ്. വണ്ടി ധൈര്യമായിട്ട് ഓടിച്ചു നടക്കാം കേട്ടോ. പിന്നെ റേറ്റ് എന്ന ഹൈലൈറ്റ് ഏകദേശം ഒരു 40,000 ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം എടുത്തപ്പോൾ. അപ്പോൾ 160 സംതിങ് ആയിരുന്നത് ഇപ്പോൾ എനിക്ക് 129 വണ്ടി കിട്ടി കേട്ടോ. അതും എല്ലാ ഫിറ്റിങ്സും ബേസിക് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ആ റേറ്റിന് കിട്ടി. ഒരു പെട്രോൾ സ്കൂട്ടറിന്റെ റേറ്റും ആണ് വരുന്നുള്ളൂ. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ഇടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.